ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ. അതായത് സൗത്ത് ഏഷ്യയിലെ ഒരു പോർട്ടിലും ഇതുവരെയായിട്ടും കേറാത്ത കപ്പൽ വിഴിഞ്ഞം പോർട്ടിൽ വന്ന് ബർത്ത് ചെയ്ത് മൂറിങ്ങിലായി കഴിഞ്ഞ MSCയുടെ തന്നെ ഓണസമ്മാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന MSC ക്ലൗഡ് ജിറാഡിൽ നിന്നും കണ്ടെയ്നർ പിക്ക് ചെയ്യുന്ന STS ക്രെയിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. STS ക്രെയിൻ എന്ന് പറയുമ്പോൾ STS ക്രെയിൻ്റെ സ്പ്രെഡർ നമുക്ക് കാണാൻ സാധിക്കും. ഈ കണ്ടെയ്നർ പിക്ക് ചെയ്തെടുക്കുന്ന പോർഷനാണ് സ്പ്രെഡർ, അല്ലെങ്കിൽ പൊക്കിയെടുക്കുന്ന പോർഷനാണ് സ്പ്രെഡർ എന്ന് പറയുന്നത്. സ്പ്രെഡർ ഉപയോഗിച്ച് 40 ഫീറ്റ് കണ്ടെയ്നർ പൊക്കിയെടുത്ത് നമ്മുടെ ട്രെയിലർ ലോറികളിലാക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെയാണ് കപ്പൽ വരുമ്പോൾ കപ്പലിൽ നിന്നും STS ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നർ ഡിസ്ചാർജ് നടത്തുന്നത്. അതായത് കണ്ടെയ്നർ നമ്മുടെ റാക്കിൽ നിന്നും പൊക്കിയെടുത്ത് ട്രെയിലർ ലോറികളിലാക്കുന്നതിന് സഹായിക്കുന്ന STS ക്രെയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷനാണ് സ്പ്രെഡർ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ സ്പ്രെഡർ കാണാൻ സാധിക്കും. ഇനി നമുക്ക് കപ്പലിൻ്റെ ഒരു ഭാഗത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന റാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ MSCയുടെ മാത്രമല്ല മേഴ്സ്ക് ഉൾപ്പെടെ ലോകോത്തര കമ്പനികളുടെ കണ്ടെയ്നറുകൾ വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. വലിയൊരു കപ്പലാണ് MSC ക്ലൗഡ് ജിറാഡ് എന്ന് പറയുന്നത്. ഏകദേശം 399.98 മീറ്ററാണ് ഷിപ്പിൻ്റെ നീളം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൈഫ് ബോട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഏകദേശം 61.5 മീറ്ററാണ് ഷിപ്പിൻ്റെ ബീം അല്ലെങ്കിൽ ബെർത്ത് അല്ലെങ്കിൽ ഷിപ്പിൻ്റെ വീതി എന്ന് പറയുന്നത്. ഏകദേശം 24,116 TUV കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള കപ്പലിന് 2026 TEU റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. വലിയൊരു ഷിപ്പ് തന്നെയാണ് MSC ക്ലൗഡ് ജിറാഡ് എന്ന് പറയുന്ന ഷിപ്പ്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോർഷൻ നമ്മുടെ പോർട്ടിലെ ബെർത്ത് എന്ന് പറയുന്ന പോർഷനാണ്. ബെർത്തിൻ്റെ പോർഷനിലൂടെ യാർഡ് പോർഷനിലേക്ക് പോകുന്നതിനായിട്ട് ട്രെയിലർ ലോറികൾ വരുന്ന മനോഹരമായ വിഷ്വലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് STS ക്രെയിൻ ഉപയോഗിച്ച് അടുത്ത റാക്കിൽ നിന്നും കണ്ടെയ്നർ പിക്ക് ചെയ്യുന്ന കാഴ്ചയാണ്. അത് MSCയുടെ കണ്ടെയ്നർ തന്നെയാണ്. MSCയുടെ ബാഡ്ജിങ് പതിപ്പിച്ച ഗോൾഡൻ കളറിലെ, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗോൾഡൻ കളറിലെ കണ്ടെയ്നർ സ്പ്രെഡർ ഉപയോഗിച്ച്, സ്പ്രെഡർ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. സ്പ്രെഡർ ഉപയോഗിച്ച് ഇതുപോലെയാണ് പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് വളരെ മനോഹരമായ കാഴ്ച ഇതാണ്. താഴെ ട്രെയിലർ ലോറിയുണ്ട്, അതിലേക്ക് എടുത്തു വെക്കുന്ന കാഴ്ച നമുക്ക് നോക്കാം. അതിനോടൊപ്പം STS ക്രെയിൻ മൂവ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ റോൾ ചെയ്ത് പോകുന്ന റോളിംഗ് പോർഷൻ ഒരു യെല്ലോ കളറിലെ പോർഷനാണ്. ആ പോർഷൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമുക്ക് ഫസ്റ്റ് ഫേസിൽ 800 മീറ്ററാണ് ബെർത്തിന്റെ നീളമുള്ളത്. ആ നീളം കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ അതിനാവശ്യമായിട്ടുള്ള 8 STS ക്രെയിനുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. STS ക്രെയിൻ്റെ
ഏറ്റവും ടോപ്പ് പോർഷനാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മുടെ പോർട്ടിലേക്ക് ഒരു കാൻഡിലിവർ റെയിൻമോണ്ട് ഗ്രാൻഡി ക്രെയിൻ അല്ലെങ്കിൽ യാർഡ് ക്രെയിനുമായിട്ട് ഒരു കപ്പൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഡീറ്റെയിൽ കൊടുത്ത സമയത്ത് അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, 4 ഫേസും കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് എത്ര ക്രെയിനുകളാണ് ആവശ്യമായി വരിക എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കറിയാമെന്നുള്ള തിരിച്ചൊരു റിപ്ലൈ ഞാൻ കൊടുത്തത് എങ്ങനെയാണ്, ഇപ്പോൾ 800 മീറ്ററാണ് ബെർത്ത് കംപ്ലീറ്റ് ആയപ്പോൾ 8 STS ക്രെയിൻ, അതായത് ഓരോ 100 മീറ്റർ ഗ്യാപ്പിലാണ് ഓരോ STS ക്രെയിൻ എന്ന ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 800 മീറ്ററിന് 8 STS ക്രെയിൻ ആണെങ്കിൽ നമുക്ക് 2000 മീറ്റർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഏകദേശം 20 STS ക്രെയിനുകൾ വേണ്ടി വരുമായിരിക്കാം. നിലവിൽ അങ്ങനെയാണ് എന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റിയത്, തീർച്ചയായിട്ടും പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ പോർട്ടിൽ ജോലി ചെയ്യുന്നവർ തീർച്ചയായിട്ടും അതൊരു കമൻ്റായിട്ട് തന്നെ നിങ്ങൾ ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും അറിയാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ കാണുന്ന വലിയ കണ്ടെയ്നർ ഷിപ്പിന് ഏകദേശം 4-5 STS ക്രെയിനുകളാണ് ഒരേ സമയം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. എനിക്ക് തോന്നുന്നു 400 മീറ്ററോളം നീളമുള്ള കപ്പലുകൾക്ക് 4 അല്ലെങ്കിൽ 5 STS ക്രെയിനുകൾ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പോർട്ടിന്റെ എല്ലാ ആംഗിളിൽ നിന്നും നമ്മുടെ പോർട്ടിൽ വന്ന ഏറ്റവും വലിയ കപ്പലായ MSC ക്ലൗഡ് ജെറാർഡിനെ നമുക്ക് നോക്കിക്കാണാം. അതുമാത്രമല്ല, നമുക്കിപ്പോൾ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ വളരെ വ്യക്തമായിട്ട് വളരെ ദൂരെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ദൃശ്യം എന്ന് ആവർത്തിച്ചു പറയുന്ന കാര്യം, അസ്തമയ സൂര്യന്റെ പ്രഭാവലയത്തിൽ തിളങ്ങുന്ന നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നമുക്ക് എക്കാലവും അല്ലെങ്കിൽ എപ്പോഴും അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിനെ വാനോളം ഉയർത്തിയ അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിന്റെ യശസ് ഉയർത്തിയ MSCയുടെ ഓണ സമ്മാനം എന്ന് നമുക്ക് ആഗ്രഹിക്കാവുന്ന വിശേഷിപ്പിക്കാവുന്ന MSC ക്ലൗഡ് ജെറാർഡിനെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് വളരെ മനോഹരമായ നമ്മുടെ യാർഡ് പോർഷനെയും യാർഡ് ക്രെയിനുകളെയും കാണാൻ സാധിക്കും. ഈ വ്യൂ ഒന്നും നമുക്ക് വളരെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് നടക്കുന്ന റൂട്ടായ ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ട് നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്ക് കപ്പലിനെ പൂർണ്ണമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ലോഡ് കണ്ടെയ്നറുമായിട്ടാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്നത്. അങ്ങനെ പറയാൻ കാരണം, വിഴിഞ്ഞം പോർട്ടിൽ വന്നപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പോർട്ടിൽ വന്നപ്പോൾ ഏകദേശം 16.7 മീറ്റർ ആയിരുന്നു ഷിപ്പിന്റെ ഡ്രാഫ്റ്റ്. അതായത് നമ്മുടെ MSC കൈലി വന്നത് 16.5 മീറ്റർ ആണെങ്കിൽ MSC ക്ലൗഡ് ജെറാർഡ് എന്ന് പറയുന്ന കപ്പൽ വന്നത് 16.7 മീറ്റർ ആണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്നപ്പോൾ. ഇപ്പോൾ നമുക്ക് കണ്ടെയ്നർ, പല നിറത്തിലുള്ള കണ്ടെയ്നർ അസ്തമയ സൂര്യന്റെ പ്രഭാകിരണങ്ങളിൽ തിളങ്ങുന്നു നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ STS ക്രെയിനുകൾ ഉൾപ്പെടെ. അതുമാത്രമല്ല, നമുക്ക് വളരെ ദൂരെയായിട്ട് ചെറിയ ചെറിയ കട്ടകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ, അതായത് കളർഫുള്ളായ കട്ടകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ നമുക്ക് യാർഡ് പോർഷൻ കാണാൻ സാധിക്കും. ഇപ്പോഴാണെങ്കിൽ യാർഡ് പോർഷന്റെ ഈ കംപ്ലീറ്റ് ചെയ്യാത്ത നമ്മുടെ ഈ വീഡിയോയുടെ ഇടതുവശത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ആ വശത്തെല്ലാം ഇപ്പോൾ യാർഡ് പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ യാർഡ് പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നില്ല. ഇതാണ് നമ്മുടെ STS ക്രെയിനിന്റെ ഈ പറയുന്ന ബൂം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു സീ ചാനൽ മാതൃകയിലുള്ള ഒരു പോർഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഇടയിലൂടെയാണ് ഈ സീ ചാനൽ കൂടെ ഒഴുകി നീങ്ങുന്ന സ്പ്രെഡറിനെയാണ്, അതായത് സ്പ്രെഡർ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കാണുന്ന കണ്ടെയ്നർ പിക്ക് ചെയ്യുന്ന ആ പോർഷനെയാണ് നമ്മൾ പലപ്പോഴായിട്ട് സ്പ്രെഡർ അല്ലെങ്കിൽ അതിന്റെ പേര് സ്പ്രെഡർ തന്നെയാണ്. സ്പ്രെഡർ കണക്ട് ചെയ്യുന്ന ഒരു അയൺ റോപ്പ് ഉണ്ട്. അയൺ റോപ്പ് കണക്ട് ചെയ്യുന്ന ഈ പറയുന്ന സീ ചാനൽ ഒരു പോർഷൻ ഉണ്ട്. പേര് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ആ പോർഷനാണ് നമ്മുടെ ഏറ്റവും, അതായത് നമ്മുടെ ഈ പറയുന്ന ക്രെയിനിൽ ഏറ്റവും കൂടുതൽ മൂവ് ആവുന്ന മൂവിങ് പോർഷൻ അല്ലെങ്കിൽ മൂവിങ് പാർട്ടിക്കിൾ എന്ന് പറയുന്ന പോർഷൻ. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന കപ്പലിന്റെ ഏറ്റവും മുകളിലത്തെ കണ്ടെയ്നർ പോർഷൻ അല്ലെങ്കിൽ കണ്ടെയ്നർ ലോക്ക് ചെയ്തിരിക്കുന്ന പോർഷനൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സ്പ്രെഡർ താന്നു പോയിട്ട് കണ്ടെയ്നർ റിലീസ് ചെയ്തു, അടുത്ത സ്പ്രെഡർ വന്നിട്ട്
കണ്ടെയ്നർ എടുക്കാൻ പോകുന്നതും നമുക്ക് വളരെ ഉയർന്ന കാഴ്ചയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഡ്രോൺ ഷൂട്ടിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ പലപ്പോഴായിട്ട് ഈ ഒരു വ്യൂ കാണണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം പോർട്ടിൽ അനുവാദമില്ലാതെ പോർട്ടിൻ്റെ പരിസരത്തോ ഡ്രോൺ ഷൂട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ഈ എടുത്തു തരുന്ന വ്യൂ എല്ലാം ചിലപ്പോൾ ഈ പറയുന്ന പോർട്ടിൽ നിന്നുള്ള വിഷ്വലാണ് നമുക്ക് വല്ലപ്പോഴായിട്ട് ഇങ്ങനെ വിഴുന്നു കിട്ടുന്നത്. അങ്ങനെ വിഴുന്നു കിട്ടുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യൂ കിട്ടിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്ത വ്യൂ ആണിത്. നമുക്കിനി അടുത്തൊരു വ്യൂവിലേക്ക് പോകാം. നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ബെർത്തും ബ്രേക്ക് വാട്ടറിൻ്റെ ഈ പറയുന്ന വീതി എന്ന് പറയുന്നത്, അതായത് ബ്രേക്ക് വാട്ടറിൻ്റെ ആ പോർഷനും ബെർത്തിൻ്റെ ഈ പോർഷനും തമ്മിൽ ഏകദേശം 950 മീറ്റർ, ഏതാണ്ട് 1 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത്. നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന പോർട്ടിൽ നിൽക്കുന്ന 2 കപ്പലിന്, ഇപ്പോൾ നിൽക്കുന്ന MSC ക്ലൗഡ് ജെറാട്ട് എന്ന് പറയുന്നത് 399.98 മീറ്റർ നീളമുള്ള 2 കപ്പലിന് ഒരേ സമയം തിരിയാൻ പറ്റുന്ന രീതിയിലുള്ള വീതിയിലാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കപ്പലിനെ ഒന്നുകൂടി നമുക്ക് കാണുന്നതോടൊപ്പം തന്നെ യാർഡ് പോർഷനും കാണാൻ സാധിക്കും. കുറച്ച് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്ന ആ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ, അതായത് ഈ കപ്പൽ വന്ന ഓണത്തിനാണെങ്കിൽ ഇപ്പോൾ ആ പോർഷൻ, അതായത് യാർഡ് പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് ആ ഭാഗത്ത് കണ്ടെയ്നറുകളും അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ വ്യൂ അല്ലെങ്കിൽ വിഷ്വൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. അത് ഡ്രോൺ ഷൂട്ടല്ല, നമ്മൾ അവിടെ പോയിട്ട്, അതായത് പോർട്ടിൽ പോയിട്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത വിഷ്വൽ തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് ബാക്കിലോട്ടൊന്ന്, അതായത് ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായി തന്നെ വളരെ ദൂരെയായിട്ട് ഷിപ്പ് നിൽക്കുന്ന അല്ലെങ്കിൽ മൂറിങ്ങിൽ നിൽക്കുന്ന ഷിപ്പിനെ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല പച്ച പട്ടു വിരിച്ച പരവതാനി എന്ന് നമുക്ക് നമ്മുടെ പോർട്ടിൻ്റെ ബാക്ക് പോർഷൻ, അതായത് നമ്മളെപ്പോഴും കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നതിന് കാരണം ഈ പച്ചപ്പ് തന്നെയാണ്. ഈ പച്ചപ്പിൻ്റെ ഇടയ്ക്ക് കടലിൻ്റെ അടുത്ത് ചേർന്നിട്ട് നിലവിൽ വലിയൊരു കണ്ടെയ്നർ ഷിപ്പും കാണുന്നത് വളരെ മനോഹരം തന്നെയാണ്. കേരള തീരത്ത് ഏതു പ്രദേശത്ത് പോലും ഇതുപോലുള്ള പച്ച പട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു മനോഹരമായ വ്യൂ തന്നെയാണ്. അതുമാത്രമല്ല അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളേറ്റ് പച്ചപ്പട്ടും നമ്മുടെ പോർട്ടിൽ നിൽക്കുന്ന വിഴിഞ്ഞം പോർട്ടിൽ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലും തിളങ്ങുന്ന കാഴ്ചയും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഡ്രോൺ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ബ്രേക്ക് വാട്ടറിന്റെ സ്ട്രക്ചർ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് വളരെ വ്യക്തമായിട്ട് വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ സാധിക്കേണ്ടത്. വിഴിഞ്ഞം പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് പറയുന്നത് ഇപ്പോൾ കപ്പൽ നിൽക്കുന്ന പ്ലേസും ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ ഈ പോർഷൻ, അതായത് ഈ ടവർ നിൽക്കുന്ന ഈ പോർഷൻ തമ്മിൽ ഏകദേശം 950-990 ഏതാണ്ട് 1 കിലോമീറ്ററോളാണ് ലെന്ത് ഉള്ളത്. നമ്മൾ സാറ്റലൈറ്റ് വ്യൂ ആയ സെന്റിനൽ ഹബ് ഉപയോഗിച്ച് മെഷർമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് 1 കിലോമീറ്ററോളം വീതി ഉണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ബ്രേക്ക് വാട്ടറിന്റെ സ്ട്രക്ചറും നമ്മുടെ പോർട്ടും വളരെ മനോഹരമായ ഒരു വ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പലപ്പോഴായിട്ട് നമ്മൾ ഓരോരുത്തരും പേഴ്സണലായിട്ട് തന്നെ നമുക്ക് കാണണം എന്നൊരിക്കലെങ്കിലും ആഗ്രഹിച്ച വിഷ്വൽ തന്നെയാണ്. അതുമാത്രമല്ല അസ്തമയ സൂര്യൻ ഉള്ളത് കാരണം ഇവിടെ നിന്നുള്ള ഷൂട്ടിംഗ് വ്യൂ കറക്റ്റ് ആണ്. ഇത് കറക്റ്റ് എനിക്ക് തോന്നുന്നു സൂര്യന്റെ ആ പ്രകാശത്തെ വെച്ച് തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാരണം വൈകുന്നേരത്തോടൊപ്പമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ MSC ക്ലൗഡ് ജെറാട്ട് നമ്മുടെ പോർട്ടിലെത്തിയത്. അതിനുശേഷം എടുത്ത വിഷ്വൽ തന്നെയാണത്. അതുമാത്രമല്ല നമ്മളിപ്പോൾ കപ്പൽ നിൽക്കുന്ന ബെർത്തിന്റെ പോർഷന് ഫസ്റ്റ് ഫേസിൽ 800 മീറ്റർ ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡും തേർഡും ഫോർത്തും സ്റ്റേജിൽ, അതായത് 2028 ആവുമ്പോൾ നമുക്ക് 1200 മീറ്റർ കൂടി അഡീഷണൽ ആയിട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ ടോട്ടൽ 1200ഉം നിലവിലുള്ള 800 മീറ്ററും കൂടി ചേർന്നിട്ട് 2000 മീറ്ററാണ് ബെർത്തിന്റെ പോർഷനായി വർദ്ധിക്കുക. അപ്പോൾ എത്രത്തോളം നമുക്ക് ആ ബെർത്തിന്റെ പോർഷൻ പോകും നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ 2960 മീറ്ററാണ് ബ്രേക്ക് വാട്ടറിന്റെ പോർഷനും ഇതുവരെയായിട്ട് കംപ്ലീറ്റ് ചെയ്യുള്ളത്. ഇനി നമുക്ക് 1040 മീറ്റർ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4000 മീറ്ററിലേക്ക് ബ്രേക്ക് വാട്ടറിന്റെ നീളവും പോകും. അപ്പോൾ ബ്രേക്ക് വാട്ടറും ബെർത്ത് 2000 മീറ്ററും അതിന്റെ നേരെ ഇരട്ടി വലുപ്പമാണ് ബ്രേക്ക് വാട്ടറിനുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഹെവി തിരമാലകളൊന്നും നമ്മുടെ ഈ പറയുന്ന
ബെർത്തിന്റെ പൊസിഷൻ. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കടൽ വളരെ ശാന്തമായിട്ടാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. പക്ഷേ പുറത്തൊക്കെ നല്ല തിരമാലയുമുണ്ട്. ഇതാണ് ബ്രേക്ക് വാട്ടറിന്റെ ഗുണം. നമ്മുടെ ഈ പറയുന്ന പോർഷൻസിലെല്ലാം ഏതാണ്ട് 18 മീറ്ററാണ് ഡെപ്ത് ഉള്ളത്, അല്ലെങ്കിൽ ആഴമുള്ളത്. അപ്പോൾ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലെ ഏറ്റവും വലിയ വർക്ക് തന്നെയാണ്. ഇതുവരെയായിട്ട് ഏകദേശം 55, 56, 60 ലക്ഷം ടൺ വരെ നാച്ചുറൽ സ്റ്റോൺ ആണ് നമുക്ക് 2960 മീറ്റർ വരെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. കാരണം ഡെപ്ത് വളരെ കൂടുതലാണ്, വളരെ വലിയ ആഴം തന്നെയാണ്. ഏതാണ്ട് 18 മീറ്റർ ആഴത്തിൽ നമ്മുടെ നാച്ചുറൽ സ്റ്റോൺ ഇട്ടാൽ എങ്ങനെയായിരിക്കും നമുക്ക് തന്നെ ഊഹിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ വളരെ കളർഫുൾ ആയിട്ടുള്ള യാർഡ് പോർഷൻ കാണാൻ സാധിക്കും. പല നിറത്തിലുള്ള കണ്ടെയ്നർ, നീല നിറത്തിലുള്ള ക്രെയിനുകൾ. അത് മാത്രമല്ല, നമുക്കിനി അടുത്ത വ്യൂ എന്ന് പറയുന്നത് STS-4 എന്ന് പറയുന്ന ക്രെയിൻ. നമുക്ക് ക്രെയിൻ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഷോർ ക്രെയിൻ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കപ്പലിൽ നിന്നും കണ്ടെയ്നർ നേരിട്ട് പിക്ക് ചെയ്യുന്ന ക്രെയിനുകളെയാണ് STS ക്രെയിനുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ എന്ന് പറയുന്നത്. ZPMC എന്ന് പറയുന്ന ബാഡ്ജിങ് കാണാൻ സാധിക്കും. നമ്മൾ പലപ്പോഴായിട്ട് പറയുന്ന പോലെ STS ക്രെയിനിന്റെ സ്പ്രെഡറും നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കും. ഈ സ്പ്രെഡർ 3-4 വലുപ്പത്തിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. 20 ഫീറ്റ്, 40 ഫീറ്റ്, 45 ഫീറ്റ്, ഇനി ഒരു ഫീറ്റ് കൂടി ഉണ്ട്, എനിക്കൊരു 50 or 55 ആണ്. നമുക്കിവിടെ ഉള്ളത് 40 ഫീറ്റും 20 ഫീറ്റിന്റെ കണ്ടെയ്നറുകളുമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ ധാരാളമായിട്ട് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ചില ക്രെയിനുകൾ പല മെറ്റീരിയൽസും വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന സൈസുകളെല്ലാം ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്പ്രെഡർ ഉപയോഗിച്ച് കണ്ടെയ്നർ പിക്ക് ചെയ്യുന്ന ആ മനോഹരമായ കാഴ്ചയിലേക്ക് പോകാം. ഇങ്ങനെയാണ് യാർഡ് പോർഷനിൽ നിന്നും ട്രെയിലർ ലോറികളിലേക്ക് വരുന്ന കണ്ടെയ്നർ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് കപ്പലിൽ നിന്നും കണ്ടെയ്നർ പൊക്കിയെടുത്ത് അല്ലെങ്കിൽ പിക്ക് ചെയ്ത് ട്രെയിലർ ലോറികളിൽ വയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ ട്രെയിലർ ലോറിയിലെത്തിയ കണ്ടെയ്നർ STS ക്രെയിനുകൾ ഉപയോഗിച്ച് പിക്ക് ചെയ്ത് നമ്മുടെ ഈ പറയുന്ന കപ്പലിന്റെ റാക്കിൽ കറക്റ്റ് പൊസിഷനിൽ വെക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിന് സഹായിക്കുന്ന ധാരാളം ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാമറകളും സെൻസറുകളും നമ്മുടെ STS ക്രെയിനിന്റെ സ്പ്രെഡറിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപയോഗിച്ചാണ് ഇത് കറക്റ്റ് പൊസിഷനിലാക്കി വെക്കുന്നത്. നമ്മൾ ഈ കാണുന്ന STS ക്രെയിനുകൾ സെമി ഓട്ടോമാറ്റിക് ക്രെയിനുകളാണ്. നമ്മുടെ നേരത്തെ യാർഡ് പോർഷനിൽ കണ്ട യാർഡ് ക്രെയിനുകൾ ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനും. അങ്ങനെ എനിക്ക് തോന്നുന്നു സൗത്ത് ഏഷ്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റിക് പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. ഇങ്ങനെ ധാരാളം ട്രെയിലർ ലോറികളിലേക്ക് ധാരാളം കണ്ടെയ്നറുകൾ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ 1,00,000 TUV കണ്ടെയ്നർ 4 മാസം കൊണ്ട് ആ ഒരു നേട്ടം കൈവരിക്കാനായി സാധിച്ചത്. അതിന് നമ്മൾ ഈ കാണുന്ന STS ക്രെയിനുകളും നമ്മുടെ സെമി ഓട്ടോമാറ്റിക് ST ക്രെയിനും ഫുള്ളി ഓട്ടോമാറ്റിക് യാർഡ് ക്രെയിനുകളും ഈ ട്രെയിലർ ലോറികളും ഉൾപ്പെടെ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് വിഴിഞ്ഞം പോർട്ടിന് ആ നേട്ടം കൈവരിക്കാനായി സാധിച്ചത്. ഫുള്ളി മോഡേൺ എക്യുപ്മെന്റ് തന്നെയാണ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ എക്യുപ്മെന്റും എന്ന് എടുത്തു പറയേണ്ടി വരും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറുടെ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.